ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 8th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ 1, റിസോഴ്സസ്. ടൈപ്സ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സസ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻറ്റു നാച്ചുറൽ, ഹ്യൂമൻ മെയ്ഡ് ആൻഡ് ഹ്യൂമൻ. അപ്പോൾ ടൈപ്സ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പം ഈ റിസോഴ്സസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? നാച്ചുറൽ റിസോഴ്സ് എന്നും, ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് എന്നും, ഹ്യൂമൻ റിസോഴ്സ് എന്നും. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ റിസോഴ്സസ്. Resources that are drawn from nature and used without much modification are called natural resources. നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന റിസോഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അധികം മോഡിഫിക്കേഷൻ ഒന്നും വരുത്താണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഓക്കെ, എന്താണ് നാച്ചുറൽ റിസോഴ്സ് എന്ന് ചോദിച്ചാൽ ഈ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. The air we breathe, the water in our rivers and lakes, the soils, minerals are all natural resources. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കുറച്ച് എക്സാമ്പിൾ ചോദിച്ചാൽ എന്താ പറയുക? എയർ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ആ എയറും പിന്നെ വാട്ടറും സോയിലും മിനറൽസും ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സാണ് അല്ലേ? നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്ന എന്താണോ അതിനെ നമുക്ക് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയാം. Many of these resources are free gifts of nature and can be used directly. അപ്പോൾ പല റിസോഴ്സും, ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. പ്രകൃതിയുടെ ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പം എയർ, നമ്മൾ ശ്വസിക്കുന്ന എയർ, അതിന് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു ഗിഫ്റ്റ് പോലെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. In some cases, tools and technology may be needed to use a natural resource in the best possible way. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മാത്രമേ ഈ നാച്ചുറൽ റിസോഴ്സസിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ടൂൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജീസ് യൂസ് ചെയ്ത് ഈ നാച്ചുറലായിട്ട് ലഭിക്കുന്ന റിസോഴ്സിനെ കുറച്ചൊക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ഇപ്പം അയൺ ഓർ അങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് ഒരു റിസോഴ്സാണെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. പക്ഷേ ആ അയൺ ഓറിൽ നിന്ന് അയണിനെ എക്സ്ട്രാക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ഒരു റിസോഴ്സാണ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പം എന്തെങ്കിലും ടൂൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ചില നാച്ചുറൽ റിസോഴ്സസിനെ കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് നാച്ചുറൽ റിസോഴ്സ് എന്നും അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ഈ പാരഗ്രാഫിൽ നിന്ന് പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി ബ്രോഡ്ലി categorized into renewable and non-renewable resources. അപ്പോൾ നമ്മൾ റിസോഴ്സിനെ 3ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞല്ലേ? എന്തൊക്കെയായിരുന്നു? നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ? അതിൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാച്ചുറൽ റിസോഴ്സിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തായിട്ടാണ്? റിന്യൂവബിൾ റിസോഴ്സ് എന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നും. റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് വിച്ച് ഗെറ്റ് റിന്യൂഡ് ഓർ റിപ്ലനിഷ്ഡ് ക്വിക്ക്ലി. അപ്പോൾ എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്? റിന്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ റിപ്ലനിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് റിന്യൂ ചെയ്യുക എന്ന് പറയാൻ? നമ്മൾ പാസ്പോർട്ടൊക്കെ റിന്യൂ ചെയ്യുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ എന്താണ് ഈ റിന്യൂ എന്ന് പറയുന്നത്? പുതുക്കുക. ഓക്കെ, അപ്പോൾ എന്തൊരു റിസോഴ്സ് അതിനെ പുതുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്ലനിഷ് ചെയ്യുക എന്ന് പറയാം വീണ്ടും നിറയ്ക്കുക അല്ലെങ്കിൽ വീണ്ടും ഉണ്ടായി വരിക. അങ്ങനെ പെട്ടെന്ന് റിന്യൂ ചെയ്യുക അല്ലെങ്കിൽ റിപ്ലനിഷ് ചെയ്യുന്ന റിസോഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നു. Some of these are unlimited and are not affected by human activities such as solar and wind energy. ചില നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, ധാരാളമുണ്ട്. അതായത് വിൻഡ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി ഒക്കെ പോലെ ധാരാളമുണ്ട്. നമ്മൾ മനുഷ്യർ അത് എത്ര യൂസ് ചെയ്താലും അത് തീർന്നു പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ അൺലിമിറ്റഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ധാരാളം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അതായത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ സോളാർ ആൻഡ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. Yet careless use of certain renewable resources like water, soil and forest can affect their stock. പക്ഷേ
ഈ റിന്യൂവബിൾ റിസോഴ്സ്, അതായത് വാട്ടറും സോയിലും ഫോറസ്റ്റും ഒക്കെ നമ്മൾ ധാരാളം യൂസ് ചെയ്യുമ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ സ്കേഴ്സിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ വാട്ടർ ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ജലക്ഷാമം എന്ന് നമ്മൾ കേൾക്കും അല്ലേ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഫോറസ്റ്റ് വെട്ടി നശിപ്പിച്ചുകൊണ്ട് ഈ മരങ്ങളൊക്കെ എടുക്കുന്നത്, മരങ്ങൾ വെട്ടി കളയുന്നതൊക്കെ, ഇതൊക്കെ കൊണ്ട് കുറച്ച് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്കേഴ്സിറ്റി ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള സോളാർ അല്ലെ വിൻഡ് എനർജി പോലത്തെ റിന്യൂവബിൾ റിസോഴ്സ് ഉണ്ട്. എന്നാലും മനുഷ്യരുടെ ഓരോ ആക്ടിവിറ്റീസ് കാരണം അല്ലെങ്കിൽ അതിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടാവുന്ന റിന്യൂവബിൾ റിസോഴ്സും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് വാട്ടറും സോയിലും ഫോറസ്റ്റും ഒക്കെ. Water seems to be an unlimited renewable resource, but shortage and drying up of natural water sources is a major problem in many parts of the world today. ഈ വാട്ടർ എന്ന് പറയുന്ന ഒരു അൺലിമിറ്റഡ് റിന്യൂവബിൾ റിസോഴ്സ് തന്നെയാണ് അല്ലേ. പക്ഷേ പല സ്ഥലത്തും ഈ ജലക്ഷാമം നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അത് നദികളാണെങ്കിലും അല്ലെങ്കിൽ കിണറുകളാണെങ്കിലും വറ്റി വരണ്ടു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം ഇതും അൺലിമിറ്റഡ് ആണ് എങ്കിൽ പോലും പല സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള ക്ഷാമം, അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് വിച്ച് ഹാവ് എ ലിമിറ്റഡ് സ്റ്റോക്ക്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കിലുള്ളതിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് റിന്യൂവബിൾ റിസോഴ്സ് ആയിരുന്ന അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന സോളാർ, വിൻഡ്, വാട്ടർ, സോയിൽ, ഫോറസ്റ്റ്, ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിന്യൂ അല്ലെ റിപ്ലനിഷ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഒരിക്കലിപ്പം വെള്ളമാണേ പോലും അല്ലെങ്കിൽ കാടാണേ പോലും നമ്മൾ വെട്ടി നശിപ്പിച്ചതിന് ശേഷം പിന്നീട് അവിടെ ഈ കാട് കുറച്ച് നാളുകൾക്ക് ശേഷം വളർന്നു വരും അല്ലേ, നമ്മൾ അതിനുള്ള സമയവും സാഹചര്യവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മാത്രം. അപ്പം അങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ഈ റിസോഴ്സസ് ഒക്കെ ഇങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണെങ്കിൽ അതൊരു ലിമിറ്റഡ് സ്റ്റോക്കിലേ ഉള്ളൂ, തീർന്നാൽ അത് തീർന്നു പോയി, അങ്ങനെ തന്നെയാണ്. Once the stocks are exhausted, it may take thousands of years to be renewed or replenished. അപ്പോൾ ഒരിക്കൽ ഈ സ്റ്റോക്ക് തീർന്നു പോവുകയാണ്, ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമുക്കറിയാം, ഒരിക്കൽ അത് തീർന്നു പോവുകയാണെങ്കിൽ പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്താൽ മാത്രമേ അതൊന്ന് റിന്യൂ അല്ലെങ്കിൽ റിപ്ലനിഷ്ഡ് ആയി വരികയുള്ളൂ. Since this period is much more than human lifespans, such resources are considered non-renewable. Coal, petroleum and natural gas are some examples. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തെക്കാളിലും എത്രയോ നീണ്ടതാണല്ലേ. ആയിരക്കണക്കിന് വർഷങ്ങൾ ഏതെങ്കിലും മനുഷ്യൻ അത്രയും വർഷമൊക്കെ ജീവിച്ചിരിക്കുകയോ ഇല്ല. എത്ര ജനറേഷൻ മാറിക്കഴിഞ്ഞാലായിരിക്കും ചിലപ്പം ഈ തീർന്നു പോയ റിസോഴ്സസ് വീണ്ടും ഉണ്ടായി വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്ന ലിമിറ്റഡ് സ്റ്റോക്കിലുള്ള റിസോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് കോളും പെട്രോളിയവും നാച്ചുറൽ ഗ്യാസും ഒക്കെ. The distribution of natural resources depends upon number of physical factors like terrain, climate and altitude. The distribution of resources is unequal because these factors differ so much over the earth. അതുപോലെ തന്നെ ഈ നാച്ചുറൽ റിസോഴ്സസ് എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ആയിരിക്കത്തില്ല. ഓരോ സ്ഥലത്തും പല അളവിലായിരിക്കും ഈ നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കുന്നത്. അതിന് കാരണമായിട്ടുള്ള ചില ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് ടെറൈനും ക്ലൈമറ്റും ആൾട്ടിറ്റ്യൂഡും ഒക്കെ. എന്താണ് ടെറൈൻ എന്ന് പറയുന്നത്? ഭൂപ്രദേശം. ഒരു സ്ഥലത്ത് ഇപ്പം വാട്ടർ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ചില വരണ്ട പ്രദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില പ്ലെയിൻ ഏരിയാസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ എവിടെയാണ് വെള്ളം കൂടുതലായിട്ട് ലഭിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സ് എവിടെയാണ് കൂടുതലായിട്ട് അവൈലബിൾ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. ഈ നാച്ചുറൽ റിസോഴ്സസ് അതിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷനിൽ ഒരുപാട് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഈ നാച്ചുറൽ റിസോഴ്സസിനെ ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ടെറൈൻ, അതായത് ഭൂപ്രദേശം, ക്ലൈമറ്റ്, കാലാവസ്ഥ, ആൾട്ടിറ്റ്യൂഡ്, ഉയരം. പൊക്കം കൂടിയ സ്ഥലങ്ങളിൽ ഇപ്പം മലമുകളിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണ് അല്ലേ. പക്ഷേ താഴ്ന്ന പ്രദേശമാണെങ്കിലോ വാട്ടർ പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ നാച്ചുറൽ റിസോഴ്സും ഓരോ ഫാക്ടേഴ്സ് അനുസരിച്ച് ഓരോ സ്ഥലത്തും പല അളവിലായിരിക്കും ലഭ്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സ് അവൈലബിൾ ആയിരിക്കണം എന്ന് പോലും ഇല്ല. അപ്പം ഈ റിസോഴ്സസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കണം എന്നും ഇല്ല. ഗ്ലോസറി. സ്റ്റോക്ക് ഓഫ് റിസോഴ്സ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് അവൈലബിൾ ഫോർ യൂസ്. അപ്പോൾ സ്റ്റോക്ക്, നമുക്കറിയാം എന്തൊരു വസ്തുവിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആ സാധനം എത്രത്തോളം അവൈലബിൾ ആണെന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ റിസോഴ്സിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? എത്രമാത്രം റിസോഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ലഭ്യമാണെന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്.
ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ 2 കാറ്റഗറീസ് ആയിട്ടുള്ള റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്താണെന്നും ഒക്കെ നോക്കിയല്ലേ. ഇനി നമുക്ക് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് എന്താണെന്ന് നോക്കാം. സംടൈംസ് നാച്ചുറൽ സബ്സ്റ്റൻസസ് ബിക്കം resources only when their original form has been changed. Iron ore was not a resource until people learned to extract iron from it. അപ്പോൾ ചില നാച്ചുറൽ സബ്സ്റ്റൻസ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ലഭിക്കുന്ന ഈ സബ്സ്റ്റൻസിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ആ ഒറിജിനൽ ഫോം ഒന്ന് മാറ്റിയാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ തന്നെ അയൺ ഓർ അല്ല, അയൺ ഓർ അങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ അതൊരു റിസോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ മനുഷ്യർ എന്ത് ചെയ്യും? ഈ അയൺ ഓറിൽ നിന്ന് അയണെ എക്സ്ട്രാക്ട് ചെയ്യും അല്ലേ. ആ അയൺ എന്ന് പറയുന്നത് നമുക്കൊരു റിസോഴ്സായിട്ട് കണക്കാക്കാം. People use natural resources to make buildings, bridges, roads, machinery and vehicles, which are known as human-made resources. അതുപോലെ തന്നെ ധാരാളം നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ബിൽഡിങ്സും ബ്രിഡ്ജസും റോഡ്സും മെഷീനറീസും വെഹിക്കിൾസും അങ്ങനെ ധാരാളം വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് എന്ന് പറയാം. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫോമിൽ യൂസ് ചെയ്യാണ്ട് അതിൻ്റെ ആ ഒറിജിനൽ ഫോം മാറ്റി മറ്റൊരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ വസ്തുക്കളെയാണ് നമ്മൾ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഈ ബിൽഡിങ്സും ബ്രിഡ്ജസും ഒക്കെ. ടെക്നോളജി ഈസ് ഓൾസോ എ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ്. ഈ പറയുന്ന ടെക്നോളജി ഒരു ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്നോളജി എന്താണെന്ന് പഠിച്ചായിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ള നോളജ് അല്ലെ ഒരു സ്കില്ലിൻ്റെ ആ ഒരു പ്രയോഗത്തിനെയാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ടെക്നോളജി ഉണ്ടാക്കുന്ന ആരാണ്? ഹ്യൂമൻസ് തന്നെയാണ്. അപ്പോൾ ഈ ടെക്നോളജീനെ നമുക്ക് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് എന്ന് പറയാം. So people like us use natural resources to make human made resources. അപ്പോൾ നമ്മൾ മനുഷ്യർ നാച്ചുറൽ റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസിനെ ഉണ്ടാക്കുന്നു. സെറ്റ് മോന നോഡിങ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. യെസ് സെറ്റ് രാജു. അപ്പോൾ ഈ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു സ്റ്റോറിയിൽ നിന്നാണ് ഈ ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ റിസോഴ്സിനെ കുറിച്ച് പറഞ്ഞു വന്നതല്ലേ. അപ്പോൾ ആ സ്റ്റോറിയിലുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് മനുഷ്യർ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സ് എന്താണെന്നും ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമുക്കിപ്പം അറിയാം അല്ലേ. അപ്പം നമുക്കിനി ഹ്യൂമൻ റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Human resources. People can make the best use of nature to create more resources when they have the knowledge, skill and the technology to do so. That is why human beings are a special resource. അപ്പം മനുഷ്യർ ഈ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള അറിവും ആ ഓരോ കഴിവുകളും ടെക്നോളജിയും ഒക്കെ വെച്ച് അവർ മറ്റൊരു സാധനത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തു അവിടെ നിർമ്മിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഹ്യൂമൻ ബീയിങ്സിനെ മനുഷ്യരെ നമ്മൾ സ്പെഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്നത്. പീപ്പിൾ ആർ ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ ഈ മനുഷ്യർ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവരുടേതായിട്ടുള്ള നോളജും സ്കില്ലും ടെക്നോളജിയും ഒക്കെ കാരണമാണ് പുതിയ പുതിയ റിസോഴ്സസ് അല്ലെങ്കിൽ പുതിയ വസ്തുക്കൾ നിർമ്മിക്കുന്നത്, അല്ലെ പുതിയ ഇൻവെൻഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പീപ്പിളാണ് ഒരു സ്പെഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ പീപ്പിളിനെ തന്നെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്നും പറയുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് പീപ്പിൾ എ വാല്യബിൾ റിസോഴ്സ്. എങ്ങനെയാണ് വാല്യബിൾ റിസോഴ്സാക്കി മാറ്റുന്നത് ഈ മനുഷ്യരെയൊക്കെ? അവർക്കുള്ള ആ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ആ ഹെൽത്തൊക്കെ കാരണമാണ്. ഓക്കെ, നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ അവർക്ക് അവരുടേതായിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ജനങ്ങളെ നമുക്ക് വാല്യബിൾ റിസോഴ്സ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് പീപ്പിൾസ് സ്കിൽസ് സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു ക്രിയേറ്റ് മോർ റിസോഴ്സസ് ഈസ് നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അപ്പം മനുഷ്യരുടെ ഈ ഓരോരോ കഴിവുകളെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? എങ്കിൽ മാത്രമേ പുതിയ പുതിയ റിസോഴ്സസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ മനുഷ്യരുടെ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡു യു നോ
ഹ്യൂമൻ റിസോഴ്സ് റിഫേഴ്സ് ടു ദി നമ്പർ ആൻഡ് എബിലിറ്റീസ് ഓഫ് ദ പീപ്പിൾ. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഈ ആൾക്കാരുടെ നമ്പർ അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി, എത്ര ആൾക്കാരുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ എബിലിറ്റീസ് പറയുമ്പോൾ ബോത്ത് നമ്മൾ മെൻ്റൽ എബിലിറ്റീസ് അതുപോലെ തന്നെ ഫിസിക്കൽ എബിലിറ്റീസിനെയും കുറിച്ച് പറയുന്നുണ്ട്. Though there are differing views regarding treatment of humans as a resource, one cannot deny the fact that it is the skills of humans that help in transferring the physical material into a valuable resource. അപ്പോൾ പല കാര്യങ്ങൾ നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് പല ധാരണകൾ അല്ലെങ്കിൽ പലർക്കും പല കാഴ്ചപ്പാടുണ്ടെങ്കിൽ പോലും എല്ലാവരും അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്താണ്? മനുഷ്യരുടെ ഓരോരോ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് കാരണമാണ് ഒരു ഫിസിക്കൽ മെറ്റീരിയലിനെ മറ്റൊരു വാല്യുബിൾ റിസോഴ്സാക്കി മാറ്റുന്നത്. അപ്പം മനുഷ്യരുടെ കഴിവ് കൊണ്ട് തന്നെയാണ് ഒരു വാല്യുബിൾ റിസോഴ്സ് ഒരിടത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ആരൊക്കെ എന്തൊക്കെ ഐഡിയാസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാലും എല്ലാവരും കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ സ്കിൽസാണ് ഒരു ഫിസിക്കൽ മെറ്റീരിയലിനെ വാല്യുബിൾ റിസോഴ്സായി മാറ്റുക എന്നുള്ളത്. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക.